ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പല്ലവീറ്റ്സിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണിത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കത്തിരിക്ക സാലഡ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമോ? നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇതുണ്ടാക്കാൻ. നമുക്ക് വേണ്ട സാധനങ്ങൾ: കത്തിരിക്ക ഒരെണ്ണം, അധികം പുളിയില്ലാത്ത തൈര് 1/2 ലിറ്റർ, കോൺഫ്ലവർ 2 സ്പൂണ്, മല്ലിയില, കറി ലീവ്സ്, വറ്റൽമുളക്, പിന്നെ ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, കടുക്, ജീരകം, പഞ്ചസാര, പിന്നെ കത്തിരിക്ക വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും. ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ആദ്യം നമുക്ക് കത്തിരിക്ക റൗണ്ട് ഷേപ്പിൽ നല്ല തിന്നായി അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കാം. ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൽ 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ കുരുമുളകും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരിക്കൽ കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ പാൻ ചൂടായി. ഇനി ഞാൻ അതിലേക്ക് എണ്ണ ഒഴിക്കുവാണ്. ഞാനിപ്പം കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കുക്കിംഗ് ഓയിലാണോ അത് ഉപയോഗിക്കാം. നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക ഓരോ പീസും ഈ കോൺഫ്ലവറിൽ മുക്കി എണ്ണയിലിട്ട് അത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ അധികം ഫ്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അത് ഫ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഡീപ്പ് ഫ്രൈയിലേക്ക് പോകരുത്, എന്നാൽ അതിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് നമ്മുടെ സാലഡിനുണ്ടാവും. അതുകൊണ്ട് ഡീപ്പ് ഫ്രൈയിൽ പോകരുത്. അങ്ങനെ നമ്മുടെ കത്തിരിക്ക എല്ലാം വറുത്ത് കഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ പാൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു ചീനച്ചട്ടി വയ്ക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായി. ഇനി ഇതിലേക്ക് 2.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകമിട്ട് അത് പൊട്ടിയ ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇടണം. വറ്റൽമുളക് ഒന്ന് ഇളക്കിയ ശേഷം കറി ലീവ്സും ഇട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തൈര് റെഡിയാക്കാൻ പോവാം. ഇതിലേക്ക് നല്ല കട്ടിയുള്ള തൈരാണ് വേണ്ടത്, അധികം പുളി വേണ്ട. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനൊരു പ്രത്യേക സ്വാദാണ്. പുളി, എരിവ്, ഉപ്പ്, മധുരം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ സാലഡ്. കത്തിരിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തു നോക്കണേ. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഇതിൽ ഉപ്പിൻ്റെ ടേസ്റ്റും കുറവാണ്, അതുപോലെ പെപ്പറും കുറവാണ്. ഞാൻ ഇത് രണ്ടും ഇടുവാണേ. നമ്മുടെ തൈരായി കഴിഞ്ഞു. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ആദ്യം കുറച്ചിടുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കുക. അങ്ങനെ ലെയർ ബൈ ലെയറായി കത്തിരിക്കയും വെച്ച് അതിൻ്റെ പുറത്ത് തൈരും ഒഴിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിന് മുകളിലായി കടുവറുത്ത് വെച്ചിരിക്കുന്ന ജീരകവും കടുകും ഇടണം. ഇനി ഒരു 1-2 പിഞ്ച് മുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അതും ഇതിന് മുകളിലേക്കായി ഇടുക. ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ മാത്രമേ കടുവറുത്തതും ഈ മല്ലിയിലയും മുളക് പൊടിയും ഇടാവൂ. അങ്ങനെ നമ്മൾ നമ്മുടെ കത്തിരിക്ക സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഞാൻ വീട്ടിലെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ചിക്കനോ മട്ടണോ എന്തിൻ്റെ ആയിരുന്നാലും കൂടെ ഈ ഒരു ഡിഷും കൂടെ വയ്ക്കും. കാരണം ഇത് പെട്ടെന്ന് ചെയ്യാനും പറ്റും,
ഒരു സ്പെഷ്യൽ ഡിഷുമാണ്. ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്